ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൗസീസ് കിച്ചൺ. ഇന്നൊരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ ബീട്രൂട്ട് 2 എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചോപ്പ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി ഇത് കുക്കറിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 3 വിസിൽ വരുന്ന വരെ നമ്മളിത് വേവിച്ചെടുക്കണം. ഇനി കുക്കർ അടച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇപ്പോൾ വിസിലൊക്കെ അടിച്ച് വരുന്നുണ്ട്. 3 വിസിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ്. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എണ്ണം കുറയ്ക്കണം. ഒരു കഷ്ണം ഇഞ്ചും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ കുക്കറൊന്ന് തുറന്ന് നോക്കണ്ട്. ഇപ്പോൾ ബീട്രൂട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ച് ചേർക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുക്കറിൽ നിന്ന് മൺചട്ടിക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അരപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റോളം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നാളികേരത്തിൻ്റെയും അതിലുള്ള കൂട്ടിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ കുക്ക് ചെയ്തെടുക്കണം. അരയ്ക്കുമ്പോഴും പച്ചക്കറി വേവിക്കുമ്പോഴൊക്കെ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ കറി പോലെയായിട്ട് മാറുള്ളൂ നമ്മുടെ പച്ചടിയൊക്കെ. ഇപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി 1 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈര് എടുക്കുമ്പോൾ എപ്പോഴും ഫോർക്ക് വെച്ചിട്ട് ഇളക്കിയിട്ട് കട്ടകളൊക്കെ കളഞ്ഞെടുക്കണം നല്ലത്. മിക്സിയിലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചടി ലൂസായിട്ട് പോവുള്ളൂ. തൈര് ചേർത്ത ഉടനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ടേസ്റ്റ് കൂട്ടാനൊരു ട്രിക്കാണ്. ഇനി ഇതിലേക്ക് താളിപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുകെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 വറ്റൽമുളക് നടുകെ പൊട്ടിച്ചിട്ട് അതും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പച്ചടിക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പച്ചടിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഇനി ഓണൊക്കെ കളറാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. ഇവിടെ വെളിച്ചം കുറവുള്ളതുകൊണ്ട് പച്ചടിയുടെ കളർ കുറച്ച് മാറ്റമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടാച്ച സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന് പ്രസ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. താങ്ക്